സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഉള്ളതായിരുന്നു കേട്ടോ ആ ചീപ്പ് പ്രൈസിങ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു സ്ഥലം വരെ പോയി. ഞങ്ങൾ ലൂക്കിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോകണേ. ലൂക്കിന് അറിയില്ല എവിടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് അല്ലേ. അങ്ങനെ ലൂക്കുവിനെ കൊണ്ട് സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ വേറെ എങ്ങോട്ടുമല്ല പോകുന്നത്, ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കിലേക്കാണ് കേട്ടോ. ഇത് അമ്മാണ്ടയുടെ സർപ്രൈസ് ആയിരുന്നു ലൂക്കുവിൻ്റെ ഈ വെക്കേഷനത്തിൽ. സത്യം പറഞ്ഞാൽ ഒരു വർഷത്തിലെ എല്ലാ മാസങ്ങളും ദിവസങ്ങളും ഇങ്ങനെ കൗണ്ട് ചെയ്ത് ലൂക്കു ക്രിസ്മസിന് വെക്കേഷൻ ആഘോഷിക്കാൻ വരുന്നത് ഒത്തിരി പ്ലാനിങ്ങോടുകൂടിയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അതിലൊരു 95% നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റി. അതിൽ മിസ്സായിപ്പോയത് ഈ ഒരു പാർക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം 99% നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റിയില്ല. അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് വന്ന കുറേ ഹോസ്പിറ്റൽ എമർജൻസികൾ, വയ്യായികകൾ, അല്ലാണ്ട് വന്ന ഇഷ്യൂസ്, ആകെ മൊത്തത്തിൽ ആർക്കും തന്നെ ഈ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എന്നാൽ പിന്നെ പോകുന്നതിന് മുമ്പ് ലൂക്കുമായിട്ട് ഒന്ന് പുറത്തേക്ക് പോകാം. ലൂക്കുവിന് മാത്രമല്ല നമുക്കും അതൊരു റിഫ്രഷ്മെൻറ്റ് മോഡായിരിക്കും എന്ന് വിചാരിച്ചു. വാരനാടിനും ഓങ്കാരേശ്വരത്തിനും ഇടയിലാണ് ഈ അഖിൽ അഞ്ജലി സ്റ്റേഡിയം അല്ല ഈ പാർക്കൊക്കെ നിൽക്കുന്നത്. ഞങ്ങൾ 4 പേരായിട്ടാണ് പോയത്. 200 രൂപയുടെ പാസിൽ 4 ആൾക്ക് അകത്ത് കയറാം. കുട്ടികൾക്ക് അധികം ആക്ടിവിറ്റീസും മറ്റുള്ളവർക്ക് വലിയ ആൾക്കാർക്കും എല്ലാം എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു നല്ല സ്പോട്ടാണ് കേട്ടോ. ഒരു സൺഡേ ആയിരുന്നുകൊണ്ട് തന്നെയും ക്രിസ്മസിൻ്റെ വെക്കേഷൻ ടൈം ആയിരുന്നുകൊണ്ടും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ദേ ഇപ്പോൾ ഈ കയറുന്ന ഈ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, സീസോയാണോ എന്നറിയില്ല. പക്ഷേ ഞങ്ങൾ 4 പേരും കയറി. അത് മൂവ് ചെയ്യിക്കാൻ ആരുമില്ലായിരുന്നു. ലാസ്റ്റ് അനങ്ങാതിരുന്ന് കണ്ട് ചിരി സഹിക്കാൻ വയ്യാതെ എൻ്റെ ചേച്ചിയുടെ പ്രകടനങ്ങളും സ്വയമേ എല്ലാ കാര്യത്തിലും വിട്ടുകൊടുക്കുന്ന സ്വഭാവമുള്ള ആൾ തനിയെ ഇറങ്ങി ഞാൻ തള്ളിത്തരാം നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞ് ആളിറങ്ങി ഞങ്ങളെ അതിൽ കറക്കിയ രംഗമാണ് ഇപ്പോൾ കണ്ടത്. എല്ലാവരും മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡൗൺ ആയിട്ടിരിക്കുന്നൊരു മൊമെൻ്റായിരുന്നു. എന്നാൽ കുറച്ച് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു ബ്രേക്ക് എടുക്കാം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളിങ്ങനെ പാർക്കിൽ പോയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. പിന്നെ പോകുന്നത് എല്ലാ ജനുവരി മാസത്തിൽ നടക്കുന്ന അർത്തിങ്കപ്പള്ളിയിലും ബീച്ച് കാണാനുമാണ്. അതായിരുന്നു ഞങ്ങളുടെ അമ്യൂസ്മെൻറ്റ് പാർക്കും എല്ലാം. പിന്നെ സ്കൂളുകളിൽ നിന്ന് ഇടയ്ക്കൊക്കെ കൊണ്ടുപോയിട്ടുള്ള ടൂറുകളിൽ അതിന് പോലും എൻ്റെ പാവം ചേച്ചി പോയിട്ടില്ല കേട്ടോ. സാമ്പത്തികമാണ് ആദ്യം തന്നെ പ്രധാന വില്ലൻ, അന്നത്തെയും ഇന്നത്തെയും എന്നത്തെയും. പക്ഷേ ഇവരുടെ കുട്ടിക്കാലം അങ്ങനെ നമുക്ക് ബോറാക്കാൻ പറ്റില്ലല്ലോ. നാളെ ഓർത്തിരിക്കാനായിട്ട് മനോഹരമായ ഒത്തിരി ഓർമ്മകൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അഫോർഡബിൾ ആയിട്ടുള്ളത്. അവൻ്റെ ആ സന്തോഷം കണ്ടില്ലേ, ഒരു സ്ലൈഡ് വിടാതെ എല്ലാത്തിലും കയറി ആൾ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ